ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് പറയാനല്ലേ, നമുക്ക് ലൈവ് പറഞ്ഞാലോ, കുറച്ച് ലൈവ് അപ്ഡേഷൻസ് പറയാം. അപ്പോൾ എന്തായാലും ലൈവ് അപ്ഡേഷൻസ് തുടങ്ങാം. രാവിലെ തന്നെ മോർണിംഗ് സോങ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് വാഷ്റൂമിൽ വെച്ചിട്ട് ഒരു സംസാരം ഉണ്ടാവുകയാണ്. അതായത് സാബുമാൻ്റെ പല്ല് അലൈൻമെൻറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട്, എൻ്റെ പല്ല് അലൈൻമെൻറ്റ് ചെയ്തതിനേക്കാളും അനുമോളുടെ പല്ല് 3.5 ലക്ഷത്തിനാണ് അലൈൻമെൻറ്റൊക്കെ സെറ്റാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ആരാണ് പറഞ്ഞത് 3.5 ലക്ഷത്തിന് അലൈൻമെൻറ്റ് ചെയ്താണ്, അതൊരു കൊളാബാണ്, അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത്. അപ്പോൾ സാബുമാൻ്റെ അടുത്ത് അക്ബറാണ് കേട്ടോ ഈ കാര്യങ്ങൾ ചോദിക്കേണ്ട, അലൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ രണ്ടുപേരും സംസാരിക്കുന്നു. പക്ഷേ ഇത് ഷാനവാസ് എവിടെയോ പകുതി എങ്ങാണ്ട് കേട്ടിട്ടുണ്ട്. പിന്നെ ബെഡ്റൂം ഏരിയയിൽ ആദില അനീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷിന് ഇവിടെ നിന്ന് പോകണ്ട, പെട്ടെന്ന് എല്ലാവരുടെയും സ്നേഹം കിട്ടുന്നത് കൊണ്ട് എനിക്കിനി ഇവിടെ നിന്ന് പോകണമെന്ന് തോന്നുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് അവിടെ നിന്ന് വരുന്നുണ്ട് ബെഡ്റൂമിലേക്ക്. എന്നിട്ട് ആദിലയോട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, ഞാനൊരു ഇതായിട്ട് പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ അക്ബറിൻ്റെ കൂടിയിട്ട് അനുമോളെ കളിയാക്കുന്ന കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും നിർത്തിക്കോ, അത് നല്ലതിനല്ല. ഇപ്പോൾ അവൾ എന്തായാലും ഫൈനലിൽ കയറി, ഇനിയിപ്പോൾ നിൻ്റെ കാര്യമാണ്, അത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. അക്ബർ എന്തായാലും അത് നിർത്തുമെന്ന് തോന്നുന്നില്ല. അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിരിച്ചു കാണിച്ചും അവൾക്കെതിരെ പറയാനും നിൽക്കരുത് എന്നുള്ള രീതിയിലൊക്കെ ആദിലയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, എന്താ അവിടെ പ്രശ്നം, എന്താണ് അത്, ആ പ്രശ്നത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, ഞാനിപ്പോൾ നിങ്ങളോട് പറയണം അത് ചെയ്യരുത്, അത് നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തുക, ഇത് നല്ല രീതിയിൽ എടുക്കണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ എടുക്കുക, അല്ലാതെ എടുക്കണമെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് ആദിലിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പോകുമ്പോൾ സാബുമാൻ കയറി വരുന്നുണ്ട്. അപ്പോൾ ആദില ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ വാഷ്റൂം ഏരിയയിൽ ഒരു ബഹളമൊക്കെ കേട്ടെന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 3.5 ലക്ഷം രൂപയുടെ അലൈൻമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ അനുമോൾ ഉണ്ട് എന്നറിയാം, എന്നിട്ട് തന്നെയാണ് പറഞ്ഞത്, പക്ഷേ അത് കൊളാബാണ് എന്ന് അപ്പോഴാണ് അവൾ പറഞ്ഞത് എന്നൊക്കെ പറയുന്നതാണ്. അതിനുശേഷമാണ് പിന്നെ അനീഷും അനുമോളും തമ്മിലുള്ള സംസാരം വരുന്നത്. അനീഷും അനുമോളുമായിട്ട് സാധാരണ സംസാരിക്കണ പോലെ സംസാരിക്കുകയാണ്. ഇടയിൽ അനീഷ് ചോദിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് അനുമോൾക്ക് എന്താണ് അഭിപ്രായം, നമ്മൾ പ്രമോല് കണ്ട പോലെ തന്നെ എന്നെക്കുറിച്ച് എന്താണ് അനുമോൾക്ക് അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ആദ്യമൊന്നും അറിയില്ലായിരുന്നു, പക്ഷേ ഇപ്പം നല്ല അഭിപ്രായമാണ്, ചേട്ടൻ ഒരുപാട് മാറി, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ചോദിക്കുകയാണ്, പെട്ടെന്ന് ചോദിക്കുകയാണ് അനീഷ്, എന്നാൽ പിന്നെ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ അനുമോളുടെ എന്താ പറയുക, 4 ഭാഗത്തുനിന്ന് കിളിയാണോ പറന്ന്, ബട്ടർഫ്ലൈസ് ആണോ പറന്ന്, കിളി പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരിക്കലും അനുമോൾ അത് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അനുമോൾക്കൊരു ഇത് കിട്ടുന്നില്ല, എന്താണ് ഇത്, പ്രാങ്ക് ആണോ, ബിഗ് ബോസ് കൊടുത്ത പ്രാങ്ക് ആണോ, കാര്യമാണോ, ഒന്നും അനുമോൾക്ക് അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അനുമോൾ വന്നിട്ട് കുറച്ച് നേരം ആലോചിക്കുന്നുണ്ട്, ഊനാലിൽ നിന്ന് അങ്ങോട്ട് തിരിയുന്നുണ്ട്, ഇങ്ങോട്ട് തിരിയുന്നുണ്ട്, ചേട്ടാ ഇത് പ്രാങ്ക് അല്ലേ, ഇതിനെ പറ്റിക്കല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അല്ല മറുപടി പറയും ചോദിച്ച കാര്യത്തിന് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അനുമോൾ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ആദ്യം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞതാണ്, ബ്രേക്കപ്പ് ആയതാണ്, അതിനുശേഷം ഒരു കല്യാണം വേണ്ട എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ വീട്ടുകാർ ഒരുപാട് നിർബന്ധിച്ച് ഒരു കല്യാണം വേണം, ഒരാൾ കൂടെ വേണം, എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ കാര്യങ്ങൾ വന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെന്തായാലും കൂടെ വേണം എന്നൊക്കെ വീട്ടുകാർ നിർബന്ധിച്ച് അവർക്ക് ഞാൻ സമ്മതം കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2 വർഷം ഞാൻ സമയം ചോദിച്ചിട്ടുണ്ട് അവരോട് എന്നൊക്കെ പറഞ്ഞ്, എന്നിട്ട് പറയേണ്ടത് എനിക്ക് എൻ്റെ കരിയർ ശ്രദ്ധിക്കണം, ലൈഫ് സെറ്റിലാക്കണം, അതൊക്കെ ചെയ്തിട്ടേ ഇനി ഞാനൊരു കല്യാണം, അതിനാണ് 2 വർഷം ഞാൻ ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ ചോദിച്ചതിന് മറുപടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോള്, അല്ല ചേട്ടാ അത് പിന്നെയെന്ന് പറയുമ്പോഴത്തേന് അനീഷിന് ദേഷ്യം വന്നു, എണീച്ച് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അനീഷിൻ്റെ ഫേസ് മാറി, അപ്പം തന്നെ അനീഷിൻ്റെ ഫേസ് മാറി അവിടെ നിന്ന് എണീച്ച് പോയി. അതിനുശേഷം പിന്നെ അനുമോൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആ അനുമോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണല്ലോ വന്ന് പറഞ്ഞേക്കുന്നത്. അനുമോളപ്പോൾ ഇടയിൽ പറയുന്നുണ്ട്, അയ്യോ ചേട്ടാ ക്യാമറ ഉണ്ട്, മൈക്ക് ഉണ്ട്, ചേട്ടൻ പ്രാങ്ക് ചെയ്യണം എന്നൊക്കെ അനുമോൾ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറുപടി പറയാം എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അനീഷ് പോയതിന് ശേഷം ആദിലേനെ ഇരുത്തിയിട്ട് ആദിലേനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പിണക്കത്തിലാണല്ലോ. അപ്പോൾ ആദിലേനെ വിളിക്കുന്ന സമയത്ത്, നിനക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ, ഇപ്പം എന്തിനാ
എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദിലനെ എന്നിട്ട് ഒന്നുമില്ല, ഒരു കാര്യം പറയാനാണ് എന്ന് പറഞ്ഞിട്ട് അനുമോൾ വിളിക്കുന്നുണ്ട്. ആദിലനെ വിളിച്ചുകൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ആദിലിനോട് പറയുന്നുണ്ട്, അനീഷേട്ടൻ എന്നോട് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യണം എനിക്കറിയില്ല, എൻ്റെ നെഞ്ചു പൊട്ടി പോകുന്നു എന്നുള്ള രീതിയിൽ, നെഞ്ചു വേദനിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ചേട്ടൻ ഇവിടെ ക്യാമറ ഉണ്ട്, മൈക്കുണ്ടോ ഒന്നും നോക്കില്ല, പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാൽ പോലെയുള്ള അനീഷേട്ടന് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്തിനാണ് ഇപ്പോൾ എന്നോട് വന്ന് പറഞ്ഞത്? ഇനിയിപ്പോൾ ഞാൻ ഇതിന് മറുപടി എന്തെങ്കിലും പറഞ്ഞാൽ ആ ചേട്ടൻ്റെ ഗെയിം എന്താവും? ഇനിയിപ്പോൾ പുറത്തുള്ളവർ കേട്ടാൽ എന്ത് വിചാരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നെഗറ്റീവ് വരുമോ എന്നൊക്കെ ആദിലിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, ഇല്ല, നിനക്ക് അങ്ങനെ ഇല്ലെങ്കിൽ നീ തുറന്ന് പറയണം, ഒരു ഹോപ്പ് ഒരാൾക്ക് കൊടുക്കരുത് എന്നൊക്കെ ആദില പറയുന്നുണ്ട്. എന്നിട്ട് ആദില കളിയാക്കുന്നുണ്ട്, നിനക്കിത് വേണം, നീ അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങളോട് മിണ്ടാണ്ട് നടന്ന് അനീഷേട്ടനോട് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അനീഷേട്ടന് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് ആദില. നിവിൻ ഇടയിൽ കൂടെ വന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട്, എന്താ ഇവിടെ സംസാരം എന്നുള്ള രീതിയിലൊക്കെ. എന്നിട്ട് പോടാ പറഞ്ഞിട്ട് നിവിനെ ആട്ടി വിടുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം എന്നിട്ട് പിന്നെ ആദില കുക്കിംഗ് ടീമിലാണല്ലോ, അപ്പോൾ ആദില കുക്കിംഗ് ടീമിലായതുകൊണ്ട് ആദില കുക്കിംഗ് ചെയ്യാനായിട്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഈ അനുമോൾക്ക് വെപ്രാളം തീരുന്നില്ല. അനുമോൾ വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഇടയിൽ കൂടെ ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, സീരിയസ് ആയിട്ട് സംസാരിക്കണം, ഇവിടെ തുടങ്ങി വെച്ച കാര്യങ്ങൾ ചിലതൊക്കെ ഇവിടെ തന്നെ അവസാനിപ്പിച്ചിട്ട് പോകണം എന്നൊക്കെ അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഇനിയിപ്പോൾ ഇതെന്താണ്, ഷാനവാസ് അനീഷിൻ്റെ കാര്യം തന്നെ പറയാനാണോ എന്നാണ് അനുമോൾ ചോദിക്കുന്നത്. എന്നിട്ട് അനുമോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇക്ക ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട്, നീ ആദിലനോട് സംസാരിച്ചോ, നൂറനോട് സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ സംസാരിച്ചിക്ക എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അനുമോൾ അനുമോൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം കിച്ചണിൽ അനീഷ് നിൽക്കുന്നുണ്ട്, സവാള കട്ട് ചെയ്യുക ചെയ്യുന്നുണ്ട് അനീഷ്. അപ്പോൾ വാഷ്റൂം ഏരിയയിൽ നിന്ന് കുക്കിംഗ് ചെയ്യണവിടെ കാണുന്ന പോലെ നിന്നിട്ട് ആദില അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദിലിനെ കൈ കാണിച്ച് വിളിക്കുന്നുണ്ട്, കണ്ണ് കാണിച്ച് വിളിക്കുന്നുണ്ട്, പോകുന്നില്ല. വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിവിൻ പറയുന്നുണ്ട്, വിട്ടു തരാൻ പറ്റൂല, അങ്ങനെ ആദില പോകാൻ പറ്റില്ല, ഇവിടെ കിച്ചൺ ടീമാണ്, ഞങ്ങൾക്ക് ഇവിടെ വർക്ക് ഉണ്ട് എന്ന് പിന്നെ അങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആദില ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഈ അനീഷ് മോന്തയും വിളിപ്പിച്ച് പിന്നെ അവിടെ മിണ്ടാട്ടമൊന്നുമില്ല, പഴയ അനീഷ് ഉണ്ടല്ലോ ഫസ്റ്റ് വന്നപ്പോൾ ഉള്ളത്, അതുപോലെ നിൽക്കുകയാണ്, മിണ്ടാട്ടമൊന്നുമില്ല, മോന്തയും വീർപ്പിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട്, അനീഷേട്ട എന്താ പറ്റി, അനീഷേട്ടൻ്റെ മുഖം എന്തോ പോലെ ഉണ്ടല്ലോ, എന്താ ഒരു മൂഡ് ഓഫ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. മിണ്ടണില്ല, ഒന്നിനും മറുപടിയില്ല. അനീഷേട്ട ചിരിച്ചിട്ടെങ്കിലും ആ സവാള ശരിയാക്കി, ഇത്ര ദിവസം ഇങ്ങനെ അല്ലായിരുന്നല്ലോ, പെട്ടെന്ന് എന്താ മൂഡ് ഓഫ് ആവാൻ എന്താ കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മിണ്ടുന്നില്ല. എന്നിട്ട് പിന്നെ അപ്പോൾ പിന്നെ ഇപ്പുറത്ത് വീണ്ടും അനുമോളും ഷാനവാസും സംസാരിക്കുന്നതാണ്, എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ അത് അക്ബറിൻ്റെ കാര്യമാണ് എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ വീണ്ടും അനുമോള് ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ സമയമുണ്ട് സംസാരിക്കാനേ, വേണമെങ്കിൽ സംസാരിക്കാൻ പറ്റും, പക്ഷേ എനിക്ക് സമയമില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, തുണി വിരിച്ചിടൽ, പിന്നെ എന്താണ് ഡോക്ടറിനെ കാണണം, കൺഫെഷൻ റൂമിൽ പോയി ഡോക്ടറിനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് പോവുകയാണ്. അതിനുശേഷം പിന്നെ നൂറ അവിടെ പോയി ഇരിക്കുന്നുണ്ട്, നൂറനെ വിളിക്കുന്നുണ്ട്. നൂറിനെ വിളിക്കുമ്പോൾ നൂറ, എന്തിനാ നീ വിളിക്കുന്നത്, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയാം, എനിക്ക് കേൾക്കണ്ട, അത് ഇത്ര ദിവസം നിനക്ക് മിണ്ടാൻ പറ്റിയില്ലല്ലോ, ഇനിയിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും, നാളെ ലാലേട്ടൻ വരുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇന്നെല്ലാം പറഞ്ഞ് തീർക്കാമെന്ന് വിചാരിക്കണേ. ഞാൻ വരില്ല പറയുന്നു. ഒന്ന് വരാനല്ലേ പറഞ്ഞത് അനു പറയുന്നുണ്ട്. ഇല്ല ഞാൻ വരില്ല പറയുന്നുണ്ട്. ഒരു കാര്യം പറയുന്നുണ്ട്, ഒന്ന് പറയുന്നുണ്ട്. അപ്പം നൂറ ശരി പറഞ്ഞിട്ട് എണീച്ച് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ പോയി ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. നൂറയോടും ഇതുപോലെ പറയുന്നുണ്ട്. പക്ഷെ നേരത്തെ ആദിലനോട് പറഞ്ഞപ്പോൾ നൂറനോട് പറയരുതെന്ന് ആദിലനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോള്. പക്ഷേ ഇപ്പോൾ ആദിലനെ സംസാരിക്കാൻ കിട്ടുന്നില്ല. ഈ വെപ്രാളത്തിൽ ഒരാളോട് സംസാരിച്ച് ഭാരം അങ്ങോട്ട് ഇറക്കി വെക്കണമല്ലോ. അപ്പം ഇതിന് ആദിലനെ തുടർന്ന് സംസാരിക്കാനോ പറ്റുന്നില്ല, ഇത് വേറൊരാളോട് സംസാരിക്കാനും പറ്റില്ലല്ലോ. അപ്പം നൂറനെ വിളിച്ചതാണ്. എന്നിട്ട് നൂറിനോട് പറയുന്നുണ്ട്, ഞാൻ ആദിലിനോട് നിന്നോട് പറയണ്ട എന്ന് പറയാണ്, പക്ഷെ ഇപ്പോൾ അവിടെ ആദിലിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അവളവിടെ ബിസി ആയിപ്പോയി, അവളെ സംസാരിക്കാൻ കിട്ടുന്നില്ല, അതുകൊണ്ട് പറയാണ് എന്ന് പറഞ്ഞിട്ട്, ഇത് അനീഷേട്ടൻ എന്നോട് കല്യാണം കഴിക്കുക എന്ന് ചോദിച്ചു എന്നൊക്കെ പറയണ്ട. നൂറയും ആകെ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അഞ്ഞൂറ് പറയുന്നുണ്ട്, ഇത് എനിക്ക് അന്നേ തോന്നിയിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ മാതള നാരങ്ങ കൊടുക്കലും ഒറ്റപ്പെട്ടിരുന്നിട്ട് ചേട്ടനോട് മാത്രം സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നൂറ. പക്ഷെ ഞാനായിട്ടൊരു തോന്നൽ പറഞ്ഞിട്ട് അത് ആ രീതിയിൽ പുറത്തു പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നോട് പറയാതിരുന്നത്. എനിക്ക് നേരത്തെ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച്, അനീഷേട്ടൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് സംശയം ഉണ്ടായിരുന്നു, നീ തമാശക്ക് ചെയ്തതൊക്കെ പുള്ളി കാര്യമായിട്ട് എടുത്തെന്നാണ് തോന്നുന്നത്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം
അതിനിടയ്ക്ക് നിവിനും ചോദിക്കുന്നുണ്ട്, എന്താ അനീഷേട്ടാ, എന്താ കാര്യം, അനീഷേട്ടൻ്റെ ഫേസ് എന്താ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. മിണ്ടുന്നില്ല, ആരോടും അനീഷ് മിണ്ടുന്നില്ല. ഇവിടെ നൂറയും അനുവും സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് നൂറ പറയുന്നുണ്ട്, നീ തമാശക്ക് കാണിച്ച കാര്യങ്ങളൊക്കെ സീരിയസ് ആയി പോയ പോലെയാണ് തോന്നുന്നത് പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അത് ഞാൻ തമാശക്കാണ്, എൻ്റെ ഒരു ബ്രദർലി ഫീലാണെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊന്നും പുള്ളിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ നൂറയും പറഞ്ഞിട്ട്, നിനക്ക് വേണം, നിനക്ക് എന്താ ആവശ്യം ഉണ്ടായിരുന്നു, നീ ചെയ്തു വെച്ചതല്ലേ ഇതിപ്പോൾ, ഒറ്റയ്ക്ക് മിണ്ടാതിരുന്നിട്ട് ചേട്ടനോട് മാത്രം സംസാരിക്കുകയും കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തപ്പോൾ ആ മനുഷ്യന് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. പിന്നെ ഇടയ്ക്ക് പിന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ കൊണ്ടുവന്ന് ഓരോ ഹിൻറ്റും ഇട്ട് കൊടുക്കും, ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്, എന്നിട്ട് ലാലേട്ടൻ അങ്ങോട്ട് പോവും എന്നൊക്കെ പറയുന്നുണ്ട് അവർ. എന്നിട്ട് അതിലെയും വരുന്നുണ്ട്, അതിൽ വന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, ആ മനുഷ്യന് ഭയങ്കര സീരിയസ് ആണെന്നാണ് തോന്നുന്നത്, ഒരു എന്ത് പറഞ്ഞിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല, മൂഡ് ഓഫ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അതെ ഞാൻ ആദ്യം പ്രാങ്ക് ആണെന്നാണ് വിചാരിച്ചത്, പക്ഷേ പുള്ളിയുടെ ഫേസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പ്രാങ്ക് അല്ല എന്ന്, പുള്ളി സീരിയസ് ആയിട്ടാണെന്നാണ് തോന്നുന്നത്, ഞാൻ എന്താ ഇപ്പം മറുപടി പറയുക എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. പുറത്ത് എന്ത് വിചാരിക്കും, ഇവിടെ ക്യാമറ മൈക്ക്, പുള്ളിക്ക് പുറത്ത് പോയിട്ട് പറഞ്ഞാൽ പോരായിരുന്നു, പുറത്താണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു, ഇതിപ്പോൾ ഇത്രയും ക്യാമറയും മൈക്കും ഒക്കെ ഇട്ടിട്ട് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് എനിക്കറിയില്ല, എൻ്റെ നെഞ്ചാണെങ്കിൽ പൊട്ടിപ്പോകുന്നു, ഞാനൊരു കാര്യം ചെയ്യാം, പുറത്ത് പോയിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞാലോ എന്ന് പറയുമ്പോൾ അതിലെ നൂറയും പറയേണ്ട, അതൊരിക്കലും ചെയ്യരുത്, കാരണം അത് പുള്ളിക്ക് ഹോപ്പ് കൊടുക്കണ പോലെ ആവും, അതുകൊണ്ട് നീ പറയാനുള്ളത് ഇവിടെ തന്നെ പറഞ്ഞ് തീർത്തേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നാളെ പറയാലേ മറുപടി എന്ന് പറയുമ്പോൾ അപ്പോഴും നൂറ് പറയുന്നുണ്ട്, നാളെ നമുക്ക് സമയം ഉണ്ടാവില്ല, ഹറിബറി ആയിരിക്കും, വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടാണ്, ഇന്ന് വൈകുന്നേരം തന്നെ കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാൻ നോക്കുക എന്ന് അതിൽ പറയുന്നുണ്ട്. അനുമോൾക്ക് ഭയങ്കര പേടിയുണ്ട്, പുറത്ത് നെഗറ്റീവ് ആകുമോ, അനീഷേട്ടൻ്റെ ഫാൻസ് എന്നെ പൊങ്കാലയിടോ, വീട്ടുകാരും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് കണ്ട് ക്യാമറ എല്ലാം ഉണ്ട്, ഞാൻ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ടെൻഷനിൽ ഇരിക്കുക തന്നെയാണ്. പിന്നെ ഇവരോട് കുറച്ച് സംസാരിച്ചപ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടിയ പോലെയാണ് എനിക്ക്. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, ഒരിക്കലും പുള്ളീനെ ഇഗ്നോർ ചെയ്യണ പോലെ കാണിക്കരുത്, പുള്ളീനോട് സാധാരണ പോലെ സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അനുമോൾ തന്നെ പറയേണ്ട, അല്ല ഞാൻ പുള്ളിനോട് അങ്ങനെ പറഞ്ഞാൽ പുള്ളിയുടെ ഗെയിമിനെ ബാധിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ആ വീക്കിലുണ്ടായ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടന്ന കുറേ കാര്യങ്ങൾ റീകോൾ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് മാതളം കൊണ്ടുവന്ന് തന്നു, ഞാൻ കുടിച്ച പാലിൻ്റെ കപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോയി, പിന്നെ കഴിച്ചെണീക്കുമ്പോഴും ഞാൻ എണീക്കണമെന്ന് പറയുന്നു, ഞാൻ അപ്പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നു, ഞാൻ കുളിക്കാൻ പോകുന്നു എന്ന് പറയുന്നു, എല്ലാം പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിയായിരുന്നു, പക്ഷേ ഇത് ഇങ്ങനെ പറയുന്ന ഞാൻ വിചാരിച്ചില്ല, ആ ചേട്ടന് പുറത്തു പോയി പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചേട്ടനെ പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട്, ചേട്ടനെ പോലെയാണ് എന്നുള്ളത് മാത്രം കേട്ടിട്ടുണ്ടാവില്ല, ബാക്കിയെല്ലാം കേട്ടിട്ടുണ്ടാവും, എന്തായാലും പുള്ളി സീരിയസ് ആണെന്നാണ് തോന്നുന്നത്, പുള്ളിയുടെ ഫേസ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നതെന്നൊക്കെ അവരിരുന്ന് സംസാരിക്കുന്നുണ്ട്. അതാണിപ്പോൾ ലൈവിൽ നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ. പിന്നെ ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഇത് അനീഷിൻ്റെ ഗെയിം ആയിരിക്കുമോ, പഴയതുപോലെ ഒറ്റപ്പെടാൻ വേണ്ടിയോ അല്ലെങ്കിൽ അനുമോളുടെ ഗെയിമിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഉള്ള ഗെയിമാണോ, അങ്ങനെയും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഇനി എന്തായാലും 10 ദിവസമേ ഉള്ളൂ, പുള്ളിക്കാരനും പുറത്തു പോയി പറഞ്ഞാൽ മതി, ഇതിനകത്ത് നിന്ന് പറയണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ പറഞ്ഞിട്ട് തിരിച്ച് കാണിക്കുന്ന ആ റിയാക്ഷൻ കാണുമ്പോൾ റിയലായ പോലെയും തോന്നുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, ഇത് പുള്ളിയുടെ ഗെയിം ആയിരിക്കും എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇന്നിപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ ഷൂട്ട് നടക്കുകയാണ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഇന്ന് ഔട്ട് ആവുക എന്ന് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു 2 എവിക്ഷൻ ഉണ്ടെങ്കിൽ ആദില ആൻഡ് സബുമാൻ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിവിൻ ഔട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിവിൻ കഴിഞ്ഞ വീക്കിൽ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ വീക്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിവിൻ വീണ്ടും ടെറർ മോഡിൽ നിന്ന് എൻ്റർടൈൻമെൻറ്റ് എന്നൊരു മോഡിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റർടൈൻമെൻ്റ് ആണ്, കെയറിങ് ആണ് എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. കൂടുതൽ പോസിറ്റീവ് ഈ വീക്ക് നിവിൻക്ക് ആവാൻ പറ്റി. അതുപോലെ തന്നെ മണി ബാങ്ക് ടാസ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത് കൊണ്ടും കുറച്ച് ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ കാര്യങ്ങൾ എല്ലാവരും മറന്നുപോയി, എല്ലാവരും പറയുന്നുണ്ട് പാവം തോന്നുന്നു. ശരിയാണ്, ഇന്നലത്തെ എപ്പിസോഡിൽ ഈ പറഞ്ഞ ടാസ്കിന് പോകാൻ ബിഗ് ബോസ് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് എണീച്ച് നിൽക്കുന്നത് നിവീനാണ്. മണി ടാസ്ക് അല്ല ഇത്, ടാസ്ക് വേറെയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇല്ല നിവീന് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. വിഷമം അപ്പോൾ തന്നെ നിവീൻ്റെ ഫേസിൻ്റെ ആ ഒരു വിഷമം ഒരുപാടായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ അവർ പുറത്തേക്ക് പോകുന്ന സമയത്ത് നിവിൻ ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നിവിൻ കരയുന്ന പോലെ എനിക്ക് തോന്നി, ഫേസ് ഇങ്ങനെ
കാരണം ബനിയൻ കൊണ്ട് തുടക്കുന്നത് പോലെയാണ് തോന്നിയത്. അങ്ങനെ നിവിന് പോസിറ്റീവ്, ആ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവ് ആവാൻ ഈ വീക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ സാബുമാൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു നാരദനം പോലെയാണ് ഇവിടെ സാബുമാൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുകയും ഒരുപാട് പുറത്തേക്ക് കൊണ്ടുവരാൻ നിവിൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ കുറേ കാര്യങ്ങൾ നിവിൻ അവിടെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീക്ക് എന്താണോ നടന്നത് അതിൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയ കാര്യങ്ങളാണ് ഈ വീക്ക് ചെയ്യുന്നത്. ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് നല്ലൊരു രീതിക്ക് തന്നെ പോസിറ്റിവിറ്റിയിലേക്ക് ഇനി വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിവിൻ ഈ വീക്ക് ഔട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ ഈ വീക്ക് എന്തായാലും ആദില ഒരു സാബുമാൻ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നലത്തെ എപ്പിസോഡിൽ നൂറ ആൻഡ് ആദില അവരിരുന്നിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. നിവിൻ നൂറയോട് പറഞ്ഞ ഈ വീക്കിൽ എന്തായാലും ഞാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. നിവിന് ടാസ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിവിന് പറ്റിയില്ലെങ്കിലും അതും ഒരു കോണ്ടന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നിവിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അനുമോളാണ് ഇവിടെ ഒന്നും ചെയ്യാത്തതുപോലെ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ നൂറ പറയുന്നുണ്ട്. പക്ഷെ നൂറക്ക് അറിയുന്നില്ല, അനുമോൾ അന്നും മിണ്ടുന്നില്ലെങ്കിലും അനുമോൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അനുമോൾ കൊടുക്കേണ്ട കോണ്ടന്റ് അവിടെ കൊടുക്കുന്നുണ്ട്. സോ അത് അവർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. ഇവരെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഈ വീക്ക് തോന്നിയത് നൂറ ടിക്കറ്റ് ടു ഫിനാലെ എന്ന വീക്കിൽ, അതായത് കഴിഞ്ഞ വീക്കിൽ ടിക്കറ്റ് ടു ഫിനാലയിൽ കത്തി ജ്വലിച്ച് നിൽക്കുകയായിരുന്നു. അതേസമയം ഈ വീക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നൂറ കത്തി ജ്വലിച്ച് നിന്ന നൂറ അങ്ങനെ അണഞ്ഞ് താഴേക്ക് പോണ പോലെയാണ് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാപ്റ്റൻസി കിട്ടിയിട്ട് പോലും അത് മര്യാദക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അനുമോൾ കൊടുക്കുന്ന കോണ്ടന്റിൽ പെടുന്നു എന്നല്ലാണ്ട് അവർ സ്വന്തമായിട്ട് അവർക്ക് ഒരു കോണ്ടന്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നിയില്ല ഈ വീക്ക്. അതുപോലെ തന്നെ ഈ വീക്ക് ആദിലയെ നോക്കുകയാണെങ്കിൽ ആദിലയ്ക്ക് ഈ വീക്ക് പോകുമോ എന്നുള്ള ഭയം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഇന്നലെയും ആദില നൂറിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ വീക്കിൽ പോവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നൂറ പറയുന്നുണ്ട് ഈ വീക്കിൽ പോകുമോ എന്നുള്ള നെഗറ്റിവിറ്റി വെക്കാതെ നീ ഒന്ന് ആലോചിക്കും, നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ ഇത്രയും ദിവസം നമ്മൾ ഇവിടെ നിൽക്കുമെന്ന് വിചാരിച്ചതാണോ? അല്ലല്ലോ, ഇത്രയും ദിവസം നമുക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞില്ലേ എന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ച് നോക്കൂ, പോസിറ്റീവായിട്ട് എടുക്ക് എന്ന് നൂറ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദില അനുമോളെ കുറിച്ച് പറയുന്നത് എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇപ്പോൾ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് നമ്മളെ യൂസ് ചെയ്താണോ അതോ ഫ്രണ്ട്ഷിപ്പ് എന്ന കോമ്പോക്ക് വേണ്ടി നമ്മളെ യൂസ് ചെയ്താണോ എന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ചിട്ട് എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നൂറ പറയുന്നുണ്ട് ശരിയാണ്, നമ്മുടെ മാനസികാവസ്ഥ വെച്ചിട്ടല്ലേ നമുക്ക് ഓരോരോ കാര്യങ്ങൾ തോന്നുള്ളൂ. ഇവിടെ നടന്ന ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ വീക്കിൽ ഷാനവാസിനെ കുറിച്ചൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു ഈ വീക്ക് ഇനിയിപ്പോൾ 2 ആഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ, കുറച്ച് സമയമുള്ളൂ നമുക്ക്. അപ്പോൾ ഉള്ള സമയം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം, എല്ലാവരും ഒരുമിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാം, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാം. അല്ലാതെ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് എനിക്കിവിടെ പറയാനോ എടുക്കാനോ അറിയാനായിട്ടല്ല, പക്ഷെ ഞാൻ അതിന് നിൽക്കുന്നില്ല. ഇതായിട്ട് തന്നെ പോകുന്ന പോലെ ഷാനവാസ് പറഞ്ഞ പോലെ തന്നെ ഒരു ഫൺ എലമെൻറ്റ് കൊടുത്തിട്ട് പോകുന്ന പോലെ തന്നെയാണ് തോന്നിയത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട്. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്ന് നല്ല രീതിയിൽ പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ള രീതിയിലാണ്. അതിനെ സംബന്ധിച്ച് തന്നെയാണ് ഇന്ന് രാവിലെ അവരോടും സംസാരിക്കാൻ ശ്രമിച്ചത്. ആദില നൂറിനോടാണെങ്കിലും അനുമോളോടാണെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചത് അതിനെ സംബന്ധിച്ച് ഇവിടെ ഉള്ള കാര്യം ഇവിടെ കളഞ്ഞിട്ട് പോവാം, പറഞ്ഞ് തീർത്തിട്ട് പോവാം എന്നുള്ള രീതിയിലാണ് ഷാനവാസ് നിൽക്കുന്നത്. അനീഷ് ഇപ്പോൾ കളിക്കുന്ന ഗെയിം അത് നല്ല ഗെയിമാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഗെയിമാണെങ്കിൽ അത് ചീപ്പ് ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല സത്യസന്ധമായിട്ടാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ അഭിപ്രായത്തെയും കൂടെ മാനിക്കണം എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ അനുമോൾ ഒരാൾ ഒരു ഇഷ്ടം പറയുമ്പോൾ അപ്പം തന്നെ നമുക്ക് തിരിച്ച് മറുപടി പറയാൻ പറ്റില്ല, ഒരു സമയം കൊടുക്കണം. പക്ഷേ ആ സമയം കൊടുക്കാതെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എണീച്ചത് കാണുമ്പോൾ അനുമോളെ തകർക്കാൻ വേണ്ടി ചെയ്തതാണോ, അനുമോളുടെ ഗെയിമിനെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ, ഇനി അനീഷിനെ ഒറ്റപ്പെടൽ എടുക്കാം എന്ന് കരുതിയിട്ടാണോ എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അക്ബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്ബറിന് അനുമോള് പറഞ്ഞ കാര്യങ്ങളോട് അനുമോളെ ഒന്ന് ക്ഷമിക്കാൻ അക്ബറിന് ഇതുവരെ ആയിട്ടില്ല. സംസാരിക്കുന്ന ഇന്നലത്തെ എപ്പിസോഡിൽ രാത്രി ആദിലിനോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം അക്ബറിന് അത്രയും പറഞ്ഞിട്ടുണ്ട് അനുമോള് ഇപ്പോൾ ബസ്സിൽ ഇതാക്കുന്ന ആൾക്കാരനെ പോലെയൊന്നും, അല്ലാതെ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത് അക്ബറിന് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമായിട്ട് തോന്നുന്നില്ല എനിക്ക്. സംസാരം കേട്ടിട്ട് ഒരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാക്കുന്നില്ല, മറ്റുള്ളവർക്ക് അതെങ്ങനെ എടുക്കും എന്ന് മനസ്സിലാക്കുന്നില്ല.
പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി പോയി എന്ന് ഒരിക്കലും തോന്നിയിട്ട് നമ്മളോട് വന്നിട്ട് ഒരു മാപ്പ് പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ തരികയോ ഒന്നും അനുമോള് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അക്ബർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ അക്ബറും അനുമോളും തമ്മിലുള്ള കാര്യങ്ങൾ വീണ്ടും തുടർന്ന് പോകുന്നാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.